ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ സീസണിൽ ചെന്നൈയിൻ എഫ്.സിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ സൂപ്പർ താരമാണ് കോണർ ഷീൽഡ്സ്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഫ്രീ ഏജന്റ് ആണ്. അതായത് ചെന്നൈയിൻ എഫ്.സിയുമായുള്ള അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിച്ചിട്ടുണ്ട്. പല ക്ലബ്ബുകളും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഏഷ്യയിലെ പല ക്ലബ്ബുകളും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈസ്റ്റ് ബംഗാൾ ആയിരുന്നു ഏറ്റവും ഒടുവിൽ സീരിയസ് ആയിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നത്. അതായത് ഒരു ഓഫർ നൽകിക്കൊണ്ട് ഈസ്റ്റ് ബംഗാൾ താരത്തെ സമീപിച്ചിരുന്നു. താരവുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അതിലെ അപ്ഡേറ്റ് സ്കൈ സ്പോർട്സിന്റെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആന്റണി ജോസഫ് നൽകിയിട്ടുണ്ട്. അതായത് ഈസ്റ്റ് ബംഗാൾ താരത്തെ സ്വന്തമാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവുമായി ഒരു അഗ്രിമെന്റിൽ എത്താൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിട്ടില്ല. ശ്രമം അവർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് ആന്റണി ജോസഫ് അറിയിച്ചിട്ടുള്ളത്. അതിനർത്ഥം ഷീൽഡ്സ് ഇപ്പോഴും ഒരു ഫ്രീ ഏജന്റ് ആണ് എന്നുള്ളതാണ്. ഏത് ക്ലബിന് വേണമെങ്കിലും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 28-കാരനായ ഈ സ്കോട്ടിഷ് താരം ISL തുടരാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതല്ല എങ്കിൽ ഏഷ്യയിൽ തന്നെ തുടരാനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ISL പുറത്തുള്ള ക്ലബ്ബുകളും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കൈ ശ്രമിക്കാവുന്നതാണ്. കാരണം ISL തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു താരമാണ് ഷീൽഡ്സ്. ബ്ലാസ്റ്റേഴ്സിനാവട്ടെ നിലവിൽ വിദേശ താരങ്ങളെ ആവശ്യമുണ്ട്. കാരണം 3 വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് അടച്ചതുകൊണ്ട് തന്നെ ഫ്രീ ഏജന്റുമാരായ താരങ്ങളെ മാത്രമേ ക്ലബിന് ഇപ്പോൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതൊക്കെ നോക്കുകയാണെങ്കിൽ കോണർ ഷീൽഡ്സ് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ വലിയ സാലറി അദ്ദേഹത്തിന് നൽകേണ്ടി വന്നേക്കും. അത് കാര്യങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കിയേക്കും. ഏതായാലും കഴിഞ്ഞ ISL 21 മത്സരങ്ങൾ കളിച്ച താരം 1 ഗോളും 8 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്ന ഒരു മുന്നേറ്റ നിര താരം തന്നെയാണ് ഇദ്ദേഹം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.